ഈ ഒരു ദിവസത്തേക്ക് അച്ഛന് ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ലേ? അച്ഛാ, അച്ഛാ ഫോൺ മാറ്റി വെക്ക്, നാളെ തരാം. ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത്, ഞാനാ തീരുമാനിക്കുന്നത്. അച്ഛാ ഫോൺ എടുക്കാൻ, അച്ഛാ ഫോൺ എടുക്കാൻ. ഫോൺ എടുക്കാൻ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? എന്ത് കടിച്ചെന്ന് പറയും? പിന്നെയും വരണം. എവിടെ കടിക്കാനോ എന്തോ. സോറി അച്ഛാ. പിടിക്കരുത്, കടിക്കരുത്. പറ്റിപ്പോയ അച്ഛാ, സോറി അച്ഛാ. പറ്റിപ്പോയമ്മ, സോറി. എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു അമ്മ, പറ്റിപ്പോയ അച്ഛാ. സോറി അമ്മ. സോറി അച്ഛാ. സോറി അച്ഛാ. അവന്റെ അവനെയോ? ചുമ്മാ ഇരി മനുഷ്യ, അവന് നല്ല വിഷമമുണ്ട്. അവന്റെ കരച്ചിൽ കണ്ടില്ലേ, പാവം. എന്താ അവിടെ? വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ, പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും, അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടിലുള്ളതാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്, മനസ്സിലായ? അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്, മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അമ്മേ, അമ്മേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ അമ്മേ? ഒരു ബ്ലഡ് അല്ലേ അമ്മേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളുടെ ഈ കെട്ടിയവൻ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു. ഇതെന്ത് പറ്റി നിങ്ങൾക്ക്?
ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഏത് കുടുംബത്തിലാണ് നടക്കുന്നത്? നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ? ഇനിയിപ്പോ ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം അറിയും, സുഖം അറിഞ്ഞാൽ കെയർ ടേക്കർ അറിയും, കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും, പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. ആൾക്കാരെടുത്ത് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരി ചിരിച്ചത്? അത് നീ തന്നെ പോയി അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മുഖത്തെ ചിരിയുടെ അർത്ഥം നോക്കലല്ല എന്റെ പണി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചു വെച്ചത്? ആ രാമേട്ടാ, സാറേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ ഇങ്ങ് വായോ, ഇവിടുന്ന് കഴിക്കാം. ആണോ? ആ, ആരും കഴിച്ചിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ. വെറൈറ്റി ഫുഡ് ഉണ്ട്. എന്റെ ദോസേട്ടാ, വേണ്ട, ഫീൽഡ് മതി, പെട്ടെന്ന് തീരും. എനിക്കെൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല. രാമേട്ടൻ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കട്ടെ. പിന്നെ അച്ഛൻ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ, അതോടെ തീരുമല്ലോ. ഞാൻ അയാളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിശ്വാസമല്ല. അങ്ങോട്ടിരുന്നേ. ആ അങ്കിളെ, ആ സാറേ, സാറിതൊന്ന് കാലിൽ പെരട്ടി നോക്ക്. മുറിവൂട്ടിയാ ബെസ്റ്റാ. അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രി പോണേ. എന്നാ ആ ഫിഷ് മോളിയാ. ആ സാറേ, എനിക്ക് തോന്നുന്നു സാറിൻ്റെ കാലിൽ കടിച്ച തുറപ്പനാന്നാ. എലിശല്യം കൂടുതലാണ്. ഈ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുകയാണല്ലോ സാർ. അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും, രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, അതേ കടി ഇനിയും കിട്ടും. തുറന്നപ്പോ കൈ തട്ടിയതാമേ. ഞാനിത് വൃത്തിയാക്കാം. അങ്കിളിരിക്കും, ഇനി ഇത് എടുക്കണ്ട. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഫിഷ് മോളിലല്ലേ, മോളിൽ നിന്ന് എടുത്തോ, ഞാൻ കഴിച്ചോളാം. ആഹാ, ഇത്രയും നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോഴാണ് കണ്ടത്. 60 കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നു. ഇവിടെ ചെറുപ്പക്കാർ വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടുമ്പോഴാണ്. നീ എന്താ ഈ സമയത്ത്? സ്വന്തം വീട്ടിലേക്ക് വരാൻ അസമയമൊക്കെ ഉണ്ടോ? അമ്മ എന്തെടുക്കായിരുന്നു? നൈറ്റിയുടെ ഹോക്ക് സ്റ്റിച്ച് ചെയ്യായിരുന്നു. അച്ഛനോടെ? അച്ഛൻ എന്തെടുക്കായിരുന്നു ഇവിടെ? ഞാൻ കിടക്കായിരുന്നു. ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത്? അതിനിപ്പം നിനക്കെന്താ? ആ മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി. ഒരുമിച്ചുള്ള കിടത്തം ഇനി വേണ്ട, മനസ്സിലായല്ലോ? തൽക്കാലം ബ്രോഡാഡി ആവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ക്യാമറ സാർ, ഇതാണ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, ആ ഇത് തേർഡ്. ഈ ക്യാം അവിടെ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ ഓ ഫുള്ള് ഗ്യാരണ്ടി ആണ്. ഇതിൽ വോയിസും കിട്ടുമല്ലോ. പിന്നെ മൊബൈൽ എപ്പോൾ ആണെങ്കിൽ നോക്കാലോ. നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ഈ വീട് ഫുള്ളായിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം. ഫുള്ളോ? ഹോം ഫുള്ള് തിയേറ്റർ ആക്കേണ്ട പരിപാടിയാണോ? അല്ല,
എനിക്ക് നോയ്സ് പുറത്തു പോകണ ഇഷ്ടമല്ല. അതിനിവിടെ അധികം നോയ്സ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. 1 2 3 ആ അങ്ങനെ. ഓക്കെ, അതാ നോക്കാം. ശരി. നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി. പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും. നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ദാസേട്ടാ? ഞാൻ കുറച്ച് വിഷം മാറ്റി വെച്ചിട്ടുണ്ട്. അത് AC-ക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി. പിന്നെ ഉണരില്ല. നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ കിടത്തം ഞാൻ തീരുമാനിച്ചു. ദാസേട്ടാ, നമ്മൾ എന്തിനു മരിക്കണം? ഞങ്ങൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു. ഞങ്ങൾ അവനെ പരമാവധി സഹിച്ചു, ക്ഷമിച്ചു. താങ്ങാവുന്നതിലും അപ്പുറം. നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലത്തെ ഒരുത്തിനെ താങ്ങാനാവില്ല. പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി? അയ്യോ, രൂപേഷ് ഡോക്ടറാ? സ്പീക്കറിലിട്. ഹലോ ഡോക്ടറെ. ഇന്ന് നേരത്തെ പോയോ? എവിടെ? എന്താ ഡോക്ടറെ? ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്താണാവോ? നിങ്ങളല്ലേ പറഞ്ഞത് ബിമിനത്തിനെ അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന്? അവനെ ഞാൻ പൊക്കി. ആള് ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എത്തും. എയർപോർട്ടിൽ തന്നെ വിളിച്ചിരുന്നു. അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ പഴയ ബിനുവിനെ ഞാൻ തിരിച്ചു. ശരി. ഹാപ്പി അല്ലേ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. ബിമിനത്ത് എൻ്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മയുള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടറെ. ബിനുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്ര വിഷമിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു. എൻ്റെ ബിനു വേണം ഡോക്ടറെ, എനിക്ക് അവനെ കാണണം. റൂം നമ്പർ 106. ആ, ഡോക്ടറെ, ഈ ഫ്ലൈറ്റിൻ്റെ പൈസ കിട്ടിയായിരിക്കും അല്ലേ? അല്ല, ഡോക്ടറിന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളേ. അത് മോശമോ അല്ലേ? കുറച്ച് മോശമാണ്. വേണ്ട, ഡോക്ടർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ആ, ഇത് കണ്ടിന്യൂ ചെയ്തോ. ഡോക്ടറെ, ആ, ആ ബിമിനത്ത് എന്ന് പറഞ്ഞ ആളെത്തിയോ? അവൻ ആ ബിനോൺ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്, പറയാം. ക്യാബിനിലേക്ക് വാ. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പെരുന്നാളാണല്ലോ. ഡോക്ടറെ, നമ്മൾ പെടുവോ? നമ്മളല്ല, നിങ്ങൾ പെടും. നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു. തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വരാ, അപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ട് ആ സന്തോഷം എന്താണെന്ന് അറിയും. ശരി, നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക്. ശരി, ഓൾ ദി ബെസ്റ്റ്. ഡോക്ടറെ, ഡോക്ടർ ഇനി പറയും.